നീ ബിഗ് ബോസ് കാണാറുണ്ടോ? ഇപ്പോഴത്തെ ബിഗ് ബോസിനെ കുറിച്ചിട്ട് നിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഒരു 10 വയസ്സായ കുട്ടിയെന്ന ഒരു ഇതില് ശരിക്കുള്ള 6 ബിഗ് ബോസ് അപേക്ഷിച്ചിട്ട് 7ാമത്തെ ബിഗ് ബോസ് എങ്ങനെ ഉണ്ട്? ബിഗ് ബോസ് ഞാൻ ഇരുന്ന് കാണാറുണ്ട്. വലിയ ബിഗ് ബോസിലും ഇങ്ങനെ റീ എൻട്രി വന്നവരാരും ഇങ്ങനെ തല്ലുണ്ടാക്കിയിട്ടില്ല. ഇല്ലല്ലോ. തീരെ അതല്ലാത്തൊരു കണ്ടസ്റ്റൻസ് ആണ് ഇപ്പോഴത്തെ റീ എൻട്രിയിൽ വന്നിട്ട് ചെയ്തത്. സത്യം പറയട്ടെ, ഇനിയിപ്പോ എനിക്ക് അതിൽ നിന്ന് അനീഷ് കുഴപ്പമില്ല, അനുമോള് കുഴപ്പമില്ല, പിന്നെ വന്നു അനുമോള് കുഴപ്പമില്ല, പിന്നെ ഷാനവാസ് അവരൊന്നും കുഴപ്പമില്ല. നെവിനും ഇപ്പൊ കുഴപ്പമില്ല, അത് വരുന്നുണ്ട്. പിന്നെ റീ എൻട്രി നടത്തിയ ഒനീല്, അഭിലാഷ്, ലക്ഷ്മി, മസ്താനി, പിന്നെ എന്താണ് അവന്റെ പേര്, എന്തോ ഒരു അയാളുടെ പേരിനെ മറന്നു. മസ്താനിയുടെ കൂടെ തന്നെ ഔട്ടായില്ലേ? ജിഷിനല്ല, അതീഷ് വേറെ എന്തൊക്കെയാണ് പേരിട്ടില്ല. എന്തോ ഒരു പേരുണ്ട്. അഭിലാഷം തന്നെയാണോ? അതല്ല, അവരൊന്നും കുഴപ്പമില്ല. ഇത് വന്നവരൊക്കെ ഒരാളെ പുറത്തുനിന്ന് വന്നിട്ട് അറ്റാക്ക് ചെയ്യുക. അതെന്തിനാ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പറയൂ. ഞാൻ അനുമോൾ കൂട്ടി കൊടുത്തിട്ടോ വേറെ ഒന്നും കൊണ്ടെനിക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോ ഇത് പറയാൻ അനുമോളുടെ പിയാറോ നമ്മളെന്ന് ഇപ്പൊ നമ്മൾ പൈസ വാങ്ങിയിട്ട് പറയാവോ? നമ്മുടെ അഭിപ്രായം ചോദിക്കണം. അമ്മയ്ക്ക് ഹോട്ട്സ്റ്റാർ ഒന്നും ഇല്ല, അത് ഡൗൺലോഡ് ചെയ്ത് കൊടുത്ത് അതില് അന്റെ എവിടെ ഹോട്ട്സ്റ്റാർ? ആൾക്ക് എവിടെ ഹോട്ട്സ്റ്റാർ? എന്റെ ഫോണിലല്ലേ? അപ്പൊ എന്താ പറയാ, വേദു കാണാറുണ്ടോ? എന്താ കാണാറ്? ബിഗ് ബോസ് കാണാറുണ്ടോ? വേദുവിന് ആരെ ഇഷ്ടായില്? ഞാൻ പറഞ്ഞുതരാം. അനീഷ്, അനുമോള്, പിന്നെ എന്താ നൂറ, ഷാനവാസ്, അതിൽ ആരെയാണ് ഇഷ്ടം? അനുമോളെ ഇഷ്ടാണോ? അല്ലേ? അനീഷിന് ഇഷ്ട? അമ്മേനെ ഇഷ്ടം? അത് കിടക്കുന്നത് നല്ലത് അല്ലേ? അപ്പൊ ഞങ്ങൾ എന്നിട്ട് അമ്മയുടെ ഫോണില് ജിയോ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ആക്കിയിട്ട് അനുമോൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാം കുട്ടി ജയിക്കട്ടെ, ജയിച്ചാലും കുഴപ്പമില്ല, അനീഷ് ജയിച്ചാലും കുഴപ്പമില്ല. കാരണം ഇത്രയും അറ്റാക്ക് പുറത്തുനിന്നുള്ളവർ വന്നിട്ട് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അനുമോളാണ്. വേറെ ആർക്കും ഞാൻ അങ്ങനെ ആലോചിക്കും, ഞാനാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കുന്നു. കാരണം ആ പി ആർ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അക്ബറിന്റെ പി ആറില്ലേ? ഉണ്ടല്ലോ. പിന്നെ ആരാ? ഷാനവാസിന് ഉണ്ടാവില്ലേ? നെവിനുണ്ട്. ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്നതാവില്ലേ പി ആർ? അങ്ങനെ വിചാരിക്കണു. അതിന് പി ആർ കൊണ്ട് 16 ലക്ഷം പി ആർ ആണെങ്കിൽ പിന്നെ അനുമോൾ എന്തിനാ ഗൈസ് ആ ഷോയിൽ പോകുന്നത്? അതന്നെ. ഇനി അവള് പുറത്തിറങ്ങിയിട്ട് ആ തെളിവുകളൊക്കെ കാണിക്കണം. ഇതിൽ കണ്ടതിൽ പിന്നെയാണ് ഇത് തിരി കൊളുത്തി വിട്ടത്. ഔട്ടായി പോയി. പിന്നെ അത് ഇങ്ങനെ പൊട്ടി പോയി 16 ലക്ഷത്തിന്റെ കണക്കാണ് ഇപ്പൊ എല്ലാവരും പറയണത്. എന്നിരുന്നാലും ബിഗ് ബോസ് എന്നൊരു ഷോയില് ആരാ ജയിക്കാൻ നമുക്ക് കാണാം. അനുമോൾ, അനീഷ്, ഇതിൽ ആര് ജയിച്ചാലും ഞങ്ങൾ സന്തോഷമാണ്. ഒരു കണക്കിന് അനുമോൾ ജയിക്കാതിരിക്കാൻ നല്ലത്. കാരണം ജയിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, പി ആറിന്റെ ബലം കൊണ്ടല്ലേ ജയിച്ചത്. നമ്മളെ പോലെ പ്രേക്ഷകർ വോട്ട് ചെയ്തിട്ടാണ്. അത് മനസ്സിലാക്കൂ. അപ്പൊ നമുക്ക് അന്ന് കാണാം. അമ്മമ്മ ബിഗ് ബോസിനെ കുറിച്ച് ചോദ്യം ചോദിക്കട്ടെ. അമ്മമ്മക്ക് ബിഗ് ബോസിൽ ഇഷ്ടമുള്ള ആരാണ് അമ്മമ്മക്ക് ബിഗ് ബോസിൽ ഇഷ്ടം? കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. അനുമോൾക്ക് പി ആർ ഉണ്ടോ? അനുമോൾക്ക് പി ആർ ഉണ്ടോ ഇല്ലയോ? ഓക്കെ. അപ്പൊ ആര് വിന്നറാവും? അറിയോ? അറിയില്ല നമുക്ക്. അമ്മമ്മക്ക് അനുമോൾ ആവണമെന്നാണ്